ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷമേറിയ ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ജീവനുള്ള കർത്താവിനെ ആരാധിക്കുവാൻ സത്യസാക്ഷികളായി ദൈവത്തിൻ്റെ പ്രിയജനമായി വിശുദ്ധ ജനമായി വിളിക്കപ്പെട്ട നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ആ ദൈവവചനത്തിലൂടെ ബലം പ്രാപിക്കുവാൻ, സ്വർഗീയ ശക്തി കൈവരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നു. അതിലേക്കായി ദൈവത്തിനെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സഹായം കൂടെ ഇരുന്നു. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവം നമ്മെ നടത്തുന്നത്. ആ കൃപ ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ പ്രിയമുള്ളവർ? യേശു വലിയവൻ, മാറാത്തവൻ, മഹോന്നതനായ ദൈവം, നമ്മെ കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, ആദരിക്കുന്ന ദൈവം, എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ജീവിതത്തിൽ, എത്ര വലിയ ഭാരങ്ങൾ വന്നാലും എല്ലാം മാറ്റുവാൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തെ ഒന്നുകൂടെ നമുക്ക് ചേർത്ത് പിടിക്കാം, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവ് മാറാത്തവനായി കൂടെ ഉണ്ടാകും, നമ്മെ വഴി നടത്തും, നമ്മെ സ്നേഹിക്കും, നമ്മെ ആദരിക്കും. സകല തിന്മകളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. ആ കർത്താവിനെ സ്നേഹിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നീമതി യേശുവെ യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാകുന്ന തിരുവചനം കേൾക്കുവാൻ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഇവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ദിവസത്തിന്റെ നാഥ, പ്രഭാതവേളയ്ക്കായി അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നാഥ ദൈവമേ, അവിടുത്തെ തിരുവചനം മനനം ചെയ്യുവാനും ദൈവ കൃപയിൽ ബലപ്പെടുത്തുവാനും ഈ ആയുസ്സിൽ, പ്രത്യേകിച്ചും ഈ പുതിയ മാസത്തിന്റെ 2ാമത്തെ ഞായറാഴ്ച ദൈവം ഞങ്ങളെ സഹായിച്ച് ഒരുക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥനയോടുകൂടെ ദാഹത്തോടുകൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യനാളുകളിൽ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളിച്ചെയ്ത സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം എല്ലാ ജീവിതങ്ങളുടെ മേലും പകരപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപയാൽ നിറയ്ക്കണമേ അപ്പ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിലൂടെ നാഥ ഞങ്ങൾക്ക് ഉൾബലവും ശക്തിയും ദർശനാത്മകമായ ചിന്തയും നൽകി ഞങ്ങളെ പരിപോഷിപ്പിച്ച് ക്രിസ്തേശുവിൽ ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. സ്വച്ഛ ജഡമാംസി തൈലം എത്ര വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്നാണ് യൂദ ഇസ്കരിയോത്ത് പറഞ്ഞത്. ഇതായിരുന്നു ചോദ്യം. കമന്റ് ബോക്സിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവരും ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഉത്തരം 300 എന്നതാണ്. 300 വെള്ളിക്കാശ്. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നിങ്ങൾ ദൈവവചനം പഠിക്കുക മാത്രമല്ല, അതിനെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതിനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അനർത്ഥങ്ങൾ അത് നന്മയ്ക്കായിട്ട് ഭവിക്കുന്നു എന്ന് നാം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ കാഴ്ചയ്ക്ക്, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ നിരൂപണങ്ങൾക്ക് ചില സമയത്തൊക്കെ അത് വലിയൊരു അനർത്ഥമായി തോന്നിയാലും, എന്നാൽ പിൽക്കാലത്ത് കുറെ കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ലതിനായിരുന്നു എന്ന് ചിന്തിച്ച ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലേ? ചില വേളകൾ ഒരു രോഗമാകാം. പെട്ടെന്നൊരു രോഗം വരുന്നതിലൂടെ നാം ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഡോക്ടറെല്ലാം പരിശോധിച്ച ശേഷം പറയുകയാണ്, നിങ്ങൾക്ക് വ്യായാമത്തിൻ്റെ കുറവുണ്ട്, അത് നിങ്ങൾ ശീലിക്കണം. വ്യായാമമില്ല എങ്കിൽ
നിങ്ങൾ വീണ്ടും രോഗിയായി തീരുമെന്ന് പറയുവാൻ ഇടയാകുകയാണ്. അപ്പോൾ അതിനർത്ഥം ഞാനൊരു രോഗിയായി തീരുവാനായിട്ട് ഇടയായത് വ്യായാമം എന്ന ഒരു നല്ലൊരു സ്വഭാവം ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ അത് സാധ്യമായി തീർന്നു എന്നതാണ്. അതുപോലെ തന്നെ ഒരു അപകടം സംഭവിക്കുകയാണ്. അപ്പോൾ ദൈനംദിന യാത്രയിൽ നാം വാഹനം ഓടിക്കുകയാണ്, ഒരു അപകടം സംഭവിക്കുകയാണ്. ഈ അപകടം സംഭവിച്ച് കഴിയുമ്പോഴാണ് നാം ഒരു പുതിയ സത്യം, നാം എത്രത്തോളം ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും എത്രത്തോളം ശ്രദ്ധയോടുകൂടെ നാം മുന്നോട്ട് യാത്ര ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു കരുതൽ, ഒരു നന്മ നമുക്ക്, ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് കരുതുക. അതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പുതുതായി പഠിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുവാനും ഒക്കെ അത് സഹായകമായി തീരുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അനർത്ഥങ്ങൾ, ചില വിഷമതകൾ അത് നന്മയ്ക്കായിട്ട് ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണേ. എബ്രായ ലേഖനം എഴുതുവാൻ ഇടയായ 2 കാരണങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അതിൽ ഒന്നാമത്തേത്, യഹൂദ മതത്തിൽ നിന്നും അല്ലെങ്കിൽ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ തിരികെ യഹൂദ മതത്തിലേക്ക് ചെല്ലുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു വിശ്വാസ അനുഭവത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് വന്നവർ അവർ തിരികെ തങ്ങളുടെ പഴയ മതവിശ്വാസത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. എന്തായിരിക്കാം കാരണം? ഇവരെക്കുറിച്ച് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ അവർ ആയിരുന്ന മതവിശ്വാസത്തിൽ നിന്നും വളരെ ബെറ്ററായ, ശ്രേഷ്ഠമായ മറ്റൊരു നന്മ, അല്ലെങ്കിൽ അതിലും ഉയർന്ന ഒരു നന്മ തങ്ങൾക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു അഥവാ പ്രതീക്ഷിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ അവർ ഒരുമ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, യഹൂദ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ അവർ നിൽക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. കാരണം അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തെയാണല്ലോ തങ്ങൾ ആരാധിക്കുന്നത്. അവരിലൂടെ തന്നെ, പൂർവീകരിലൂടെ ദൈവം ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ചെങ്കടലിനെ 2ആയി പിളർക്കുമാറാക്കിയത്, വിഭജിച്ചത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വീര്യ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നയിച്ച വേളകളിലൊക്കെ എത്രയോ അത്ഭുതങ്ങളാണ് അവിടെ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതങ്ങളെ കേട്ട് വളർന്നവരാണ്, അത് വിശ്വസിച്ചവരാണ്. എന്നാൽ ദീർഘകാലങ്ങൾക്ക് ശേഷം പുതിയ നിയമ കാലഘട്ടത്ത് യഹൂദരുടെ തലമുറകൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതുപോലുള്ള അത്ഭുതങ്ങൾ ഇതാ ക്രിസ്തു വിശ്വാസിയുടെ സംഭവിക്കുകയാണ്. ക്രിസ്തു യേശുവിൻ്റെ 1ാമത്തെ ആഗമനം, ക്രിസ്തു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുകയാണ്. മുടന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു, 5 അപ്പവും 2 മീനും 5000-ലധികം വരെ പോഷിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് മിറക്കിൾസ് അവിടെ നടക്കുകയാണ്, അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ യഹൂദ മതവിശ്വാസികൾ ഭൂരിഭാഗം പേർ ഇത് കണ്ട മാത്രയിൽ തന്നെ അവർ ചിന്തിച്ചു, കൊള്ളാമല്ലോ, ഇപ്പോഴിതാ ഒരു കാലഘട്ടത്ത് തങ്ങളുടെ മതവിശ്വാസത്തിൽ കേട്ട് മനസ്സിലാക്കിയത് ഇപ്പോൾ ഇതാ തങ്ങളുടെ കൺമുൻപിൽ സാധ്യമാകുകയാണ്. അതുകൊണ്ട് ഇവർ കരുതിയത്, ഈ മതവിശ്വാസത്തെ സ്വീകരിച്ചാൽ നിശ്ചയമായിട്ടും ഇതേ അത്ഭുതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, സാധ്യമാകും. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒരു മതവിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യുകയാണ്, അവർ കടന്നു വരികയാണ്. പക്ഷേ ഇവിടുത്തെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇവർ എപ്പോഴാണോ യഹൂദ മതവിശ്വാസത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്, ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായി, വിശദമായി നാം പഠിക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ, ഇവർ ആന്തരികമായി, ഇന്റേണലി അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അത് വലിയ പ്രശ്നമായിട്ട് ഇവർ എടുക്കുകയാണ് ജീവിതത്തിൽ. കാരണം എന്ത് പ്രതീക്ഷിച്ച് വന്നുവോ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം യേശു കർത്താവിനെ പിൻപറ്റുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്, കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷകളോടുകൂടെയാണ്, അല്ലെ?
അപ്പോൾ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകണം, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാകണം. ആ പ്രതീക്ഷയോടുകൂടെയാണ് നാം ചില സമയത്ത് എന്താണ് ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അധിക സമയം പ്രാർത്ഥന ചെലവഴിക്കുന്നത്. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അതിരാവിലെ പ്രാർത്ഥിച്ചാൽ, കുടുംബമായിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നിന്ന നന്മകൾ, അത്ഭുതങ്ങളൊക്കെ ലഭിക്കും, ഉപവസിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ കേട്ട് നാമും അതിലേക്ക് എന്താണ് പലപ്പോഴും ഇൻവോൾവ് ആകാറുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി ഉണ്ടാകുന്നില്ല, ആ കാര്യങ്ങൾ സാധ്യമാകുന്നില്ല. ഇങ്ങനെ പലപ്പോഴും നാം ചിന്തിച്ച് വ്യാകുലപ്പെടാറുണ്ട്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് യഹൂദ മതവിശ്വാസികൾ, ക്രിസ്തു വിശ്വാസത്തിൽ കടന്നു വന്ന യഹൂദ വിശ്വാസികൾക്കും നേരിട്ടത് എന്ന് പറയുവാൻ സാധിക്കും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ ധാരാളം കഷ്ടതകളിലൂടെ പോകേണ്ടതായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം നിൽക്കുകയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇവർ നേരിടുകയാണ്. അതായത് അവർ പ്രതീക്ഷിച്ച കാര്യം ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ സാധ്യമാകുന്നില്ല. രണ്ടാമത്തേത്, അതിനു പകരം ധാരാളം കഷ്ടതയിലൂടെ പുതിയ വിശ്വാസികൾ കടന്നു ചെല്ലുകയാണ്. ഇത് ഇവരെ ഒരുപാട് പിന്മാറ്റത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. കാരണം പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത് ഒന്ന്, തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മറ്റൊരു അനർത്ഥം, മറ്റൊരു കഷ്ടതയാണ്. അതുകൊണ്ട് പഴയ വിശ്വാസത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പോകുവാനായിട്ട് ഇവർ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയാണ് എബ്രായ ലേഖകൻ വളരെ ശക്തിവത്തായ ചില ദൂതുകൾ നൽകുന്നത്. എബ്രായ ലേഖകൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിസ്തു വിശ്വാസികളെ, നിങ്ങൾ ക്രിസ്തു വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകരുത്. നിങ്ങൾ പ്രതീക്ഷിച്ചത് നടന്നില്ല അല്ലേ? നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ചത് നടന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ക്രിസ്തു വിശ്വാസത്തിൽ തളർന്നു പോകരുത്. നിങ്ങൾ തളർന്നു പോയാൽ, നിങ്ങൾ പിന്മാറിപ്പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടത്തിന് കാരണമാകുവാൻ ഇടയാകും എന്നുള്ളതാണ്. അതിൻ്റെ മർമ്മം, രഹസ്യം അവിടെ പറയുന്നുണ്ട്. ലേഖകൻ പറയുന്നത്, ഇതിന്റെ പ്രധാന കാരണം പറയുവാൻ ഉദ്ദേശിക്കുന്നത്, സന്തോഷം എക്കാലഘട്ടത്തും വേദനയെ അല്ലെങ്കിൽ കഷ്ടതയെ പിൻപറ്റുന്നു എന്നുള്ളതാണ്. ജോയ് ഫോളോസ് പെയിൻ എന്നുള്ളതാണ്. വേദനയ്ക്ക് പുറകിൽ സന്തോഷം വരുന്നുണ്ട് എന്നൊരു വലിയ സന്ദേശമാണ് ലേഖകന് ഈ ജനത്തോട് പറയുവാനുള്ളത്. അത് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ, നിങ്ങൾ ഇന്നൊരു സ്ട്രഗിളിലാണോ? നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, യേശു കർത്താവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നവരാണ്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, എന്നിട്ടും നിങ്ങൾ വേദനയാണോ, കഷ്ടതയിലൂടെയാണോ കടന്നു ചെല്ലുന്നത്? ഒന്ന് ഓർത്തുകൊള്ളുക, ലേഖകൻ പറയുകയാണ്, ഈ കഷ്ടതയുടെ പിന്നാലെ ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടി വരുന്നുണ്ട്. ആമേൻ. ഒരു വലിയ ആനന്ദം വരുന്നുണ്ട്, ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിപ്പിൻ എന്ന സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്കായി ഈ വേദനയെ നിങ്ങൾ സഹിക്കണം, ഈ വേദനയെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഒരു വലിയ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ പരിപൂർണത നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സ്ട്രഗിൾ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം, ജീവിതത്തിൽ ഏറ്റുകൊള്ളണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എത്ര ധന്യമായ തിരുവചനം! ദൈനംദിന നമ്മുടെ ജീവിതത്തിലും പ്രിയരെ, നാം സഹനശക്തിയോടുകൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മറന്നു പോകരുത്. എത്തരത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചെങ്കടലിലൂടെ നടന്നുപോയ ഈ ജനത്തെ ഒന്ന് ചിന്തിക്കുക. ആ ചെങ്കടലിലൂടെ രണ്ടു വശത്ത് മതിൽക്കെട്ട് പോലെ വെള്ളം നിൽക്കുമ്പോൾ എന്തോരം ഭയമുണ്ടായിരുന്നു കാണും. എന്നാലും ആ ഭയപ്പാടിന്റെ നടുവിൽ സഹനത്തോടെ അവർ അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവുകയാണ്. ഒരു വലിയ സന്തോഷം അവർക്കായി കാത്തിരിക്കുകയാണ്. കനാൻ ദേശത്തേക്ക് യോർദാൻ നദി മുറിച്ചു കിടക്കുമ്പോഴും, എരിഹോ എന്ന വലിയ തടസ്സത്തെ, പട്ടണത്തെ, മതിൽക്കെട്ടിനെ തകർക്കുമ്പോഴൊക്കെ, കോട്ടയെ തകർക്കുമ്പോഴൊക്കെ അതിനപ്പുറത്ത് അവർക്കൊരു നന്മ ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ദൈവം ഒരു അനുഗ്രഹത്തെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മറന്നു പോകരുതേ. നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന
പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തുമാകട്ടെ, കഷ്ടതകൾ എന്തുമാകട്ടെ, മാനസിക പിരിമുറുക്കങ്ങൾ എന്തുമാകട്ടെ, ഇതിനപ്പുറത്തൊരു സന്തോഷം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ചോദിച്ചേക്കാം, എപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സന്തോഷം ലഭിക്കുന്നത്? എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ ദൈവം പറയുന്നു, നിന്റെ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾക്ക് സമീപെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസത്തോടെ കർത്താവിനെ മുറുകെ പിടിക്കുക, ദൈവിക വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക, പ്രാർത്ഥനയിൽ തന്നെ തുടരുക, സഹനത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഒരത്ഭുതം നിങ്ങളെ തേടി വരുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത്, ക്രിസ്തുവിനെ വിട്ട് മാറിപ്പോകരുത്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ചില വേളകളിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, നിങ്ങളൊരു ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയാകാം, കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാകാം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഒരു മാറ്റം വരുന്നത്? എനിക്ക് വലിയ താലന്തുകളൊന്നുമില്ല, വലിയ കഴിവുകളൊന്നുമില്ല, വലിയ സാമ്പത്തികമില്ല, അതുപോലെ തന്നെ എനിക്ക് ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തുവാൻ ആളുകളില്ല. എനിക്കെങ്ങനെ ഈ സന്തോഷത്തെ കണ്ടെത്തുവാൻ സാധിക്കും? വേദപുസ്തകം പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്കുള്ള നന്മ നിങ്ങളെ തേടി വരുന്നുണ്ട്. ബെഥസ്ദ കുളത്തിൻകരയിൽ 38 വർഷം കിടന്ന മനുഷ്യനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. 38 വർഷം അവൻ രോഗസൗഖ്യത്തിനായി അവിടെ കാത്തു കിടക്കുകയാണ്. അവന് അത് ലഭിക്കുന്നില്ല. എന്നാലും സഹനത്തോടെ അവൻ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഇതാ അവനുള്ള ഒരു ദിവസം വരുന്നുണ്ടായിരുന്നു. അവനായി ദൈവം ഒരു ദിവസം ഒരുക്കുന്നുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ദിവസം, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു ദിവസം ഒരുക്കുന്നുണ്ട്. ആ ദിവസം വന്നുകൊണ്ടേയിരിക്കുന്നു. സഹനത്തോടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ഓർക്കുക, മറന്നു പോകരുത്, ആ സന്തോഷ ദിനം, ദൈവം ഒരുക്കുന്ന സന്തോഷം, ആ മിറക്കിൾ, ആ അത്ഭുതം നമ്മെ തേടി വരുമ്പോൾ നാം അവിടെ ഇല്ലാതിരിക്കരുത് പ്രിയമുള്ളവരെ. നാം ഒരിക്കലും മാറിപ്പോകരുത്, പിന്മാറിപ്പോകരുത് എന്ന സന്ദേശമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എബ്രായ ലേഖകൻ സ്പഷ്ടമായി ഈ ജനത്തോട്, ഈ വിശ്വാസ സമൂഹത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. അതാണ് ഇന്നത്തെ കുറിവാക്യം പ്രിയമുള്ളവരെ. അതിപ്രകാരം പറയുന്നു, സാക്ഷികളുടെ സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന ഒരു വലിയ സന്ദേശം പ്രിയമുള്ളവരെ ലേഖകൻ നൽകുകയാണ്. സാക്ഷികളുടെ ഒരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കാരണം നിങ്ങൾ യഹൂദ മതവിശ്വാസത്തിൽ നിന്നും നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നത് കൊണ്ട് തന്നെ ഒരു വലിയ ജനക്കൂട്ടം, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? ആ ജനം മുഴുവനും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതം എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം ചലിപ്പിക്കുന്നത്? എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നു? ഇവിടെ ജീവിതത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലേഖകൻ പറയുന്നു, ഒന്ന്, സകല ഭാരവും വിട്ടുകളയുക. വേദപുസ്തകം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം എപ്പോഴും ഒരു ഭാരത്തെ ചുമന്നുകൊണ്ട്, എപ്പോഴും നെഗറ്റീവായി, നിഷേധാത്മകമായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഭാരമുണ്ടല്ലോ, നിങ്ങളുടെ ചുമട് കർത്താവിന് മേൽ ഇട്ടുകൊടുത്ത് ഫ്രീ ആയിരിക്കുക. കാരണം ഈ സാക്ഷിയുടെ ഒരു വലിയ സമൂഹം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ഭാരം ചുമക്കുന്ന ആളുകളായിട്ട് തോന്നരുത്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യരുത്. കാരണം നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഭാരത്തെ ചുമക്കുവാൻ സർവവല്ലഭനാണ്, ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാരത്തെ കർത്താവിന് വിട്ടുകളയുക. 2, മുറുകെ പറ്റുന്ന പാപം. പ്രിയമുള്ളവരെ, ഒരിക്കലും പിന്മാറരുത് എന്ന് പറയുകയാണ്. പിന്മാറിപ്പോകരുത്. ദൈവത്തിൽ വന്നതിന് ശേഷം, ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്തിൽ വന്ന ശേഷം വീണ്ടും പാപത്തിന്റെ വഴികളിലേക്ക് പോകരുത്. ഈ ലോകത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പലതും നമ്മെ ആകർഷിപ്പിക്കും. ദൈവവിശ്വാസത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന്, കർത്താവിനോട് ചേർന്നിരിക്കുന്നതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, പ്രലോഭനങ്ങൾ ഈ ലോകത്തിൽ നിന്നുണ്ടാകും. അതിലൊന്നും നിങ്ങൾ ഒരിക്കലും വ്യതിചലിക്കരുത് എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണോ? എന്നിട്ട് ലേഖകൻ പറയുകയാണ്,
ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങളൊരു പഴയ വിശ്വാസത്തിൽ നിന്ന്, ഒരു പഴയ ജീവിതത്തിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നു. ഇനി പുറകോട്ടല്ല നിങ്ങൾ പോടേണ്ടത്, നിങ്ങൾ മുന്നോട്ടേക്ക് ഓടുക. ആ മുന്നോട്ട് ഓടുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആന്തരികമായ ഒരു സ്ഥിരത ഉണ്ടാകണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ആ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ ഈ ഓട്ടത്തിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയട്ടെ, മരുഭൂമി യാത്രയുടെ മധ്യയിൽ ദൈവജനം തിരികെ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക പ്രിയമുള്ളവരെ? കനാൻ ദേശം എന്ന് പറയുന്ന ഒരു വലിയ നന്മ, ദൈവം ഒരുക്കിയിരുന്ന നന്മ പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയില്ലായിരുന്നു. 40 വർഷക്കാലം കടന്ന് അലയുകയാണ് മരുഭൂമിയിൽ, അല്ലെ? ഈ ജനത്തെ ഒന്ന് ചിന്തിച്ച്, ഈ ജനം എത്ര പേര് ചിന്തിച്ച് കാണും, അയ്യോ ഇത്രയും കാലതാമസമാണോ, ഇത്രയും നന്മകൾ പ്രാപിച്ചെടുക്കുന്നതിന് ഇത്രയും കടന്ന് വാണ്ടർ ചെയ്യുന്ന, അലഞ്ഞു തിരിയേണ്ട ഒരു അനുഭവമുണ്ടോ? ദീർഘകാലം മരുഭൂമിയിലൂടെ അലയുമാറാക്കുന്ന ഒരു ദൈവം പ്രിയങ്ങൾ. പക്ഷേ ഒന്ന് ഓർക്കുക, ഈ ഒരു കഷ്ടതകൾ, ഈ ഒരു പ്രതിസന്ധികൾ, ഇങ്ങനെ അലയുമാറാക്കുന്നതെല്ലാം ഒരു സ്ഥായിയായ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണമേ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്തരത്തിലുള്ള വിഷമതകൾ വന്നാലും ഭാരങ്ങൾ വന്നാലും അതിനപ്പുറത്ത് പ്രിയമുള്ളവരെ ഒരു സന്തോഷത്തിൻ്റെ ദിനം ദൈവം ഒരുക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ, ഞാനിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസിക വിഷമതകൾ, ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുവാൻ, ചില സന്ദേശങ്ങൾ എനിക്ക് നൽകുവാൻ, എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ക്രമപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നൽകുന്ന അടയാള സൂചകങ്ങളാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. അത് നാം മനസ്സിലാക്കണം. അത് നമ്മുടെ ശുശ്രൂഷയിലാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, തൊഴിലിടങ്ങളിലാകട്ടെ, മക്കളുമായുള്ള അല്ലെങ്കിൽ ബന്ധത്തിലാകട്ടെ, സാമൂഹിക ചുറ്റുപാടിൽ, സഭാ ജീവിതത്തിലാകട്ടെ, പ്രിയരെ, ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നെന്ന് മനസ്സിലാക്കുക. നന്മയ്ക്കായിട്ട് സകലതും കൂടി വ്യാപരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, പ്രിയരെ, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോട് ഓടുക. അടുത്ത സെക്ഷനിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. വളരെ കോൺഫിഡൻറ്റോടുകൂടെ എബ്രായ ലേഖകൻ ഈ ജനത്തോട് പറയുകയാണ്, എൻ്റെ പ്രിയ ജനമേ, നീ യേശുവിനെ നോക്ക്. നിങ്ങൾ ചിന്തിക്കുന്നുവോ, യേശുവിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, യേശുവിന് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല? കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊന്നും യേശുവിന് മനസ്സിലാകുന്നില്ലേ? യേശു അറിയുന്നില്ലേ? ഇത്രത്തോളം മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തോടൊപ്പം ഇനി എന്തിനാണ് ജീവിക്കുന്നത്? മടങ്ങിപ്പോകാം. പ്രാർത്ഥിച്ചത് മതി, ആരാധിച്ചത് മതി, സ്നേഹിച്ചത് മതി, ബൈബിൾ വായിച്ചത് മതി, കൂട്ടായ്മ ആചരിച്ചത് മതി, മടങ്ങിപ്പോകാം, പിന്മാറിപ്പോകാം. ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ലേഖകൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഒരുപാട് തവണ യേശുവിനെ നോക്കിയിട്ടുണ്ട്, പക്ഷെ യേശുവിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. എന്ത് നോക്കുവാനാണ് പറയുന്നത് പ്രിയമുള്ളവരെ? ഒരു വ്യത്യസ്തമായ ജീവിതാനുഭവത്തെ യേശുവിൽ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. യേശുവിൽ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. അത് എന്തെന്നറിയാമോ പ്രിയമുള്ളവരെ? ക്രൂശ് മരണം വരെ അനുഭവിച്ച പാടുകൾ, നിന്ദകൾ, ക്രൂശ് മരണം, അപമാനം, പരിഹാസം, പ്രിയമുള്ളവരെ, എന്തോരം പീഡനങ്ങളാണ് യേശു കർത്താവ് അനുഭവിച്ചത്. ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു, ക്രൂശ് മരണം വേണ്ട എന്ന് പറഞ്ഞ് വിട്ടെറിഞ്ഞിട്ട് ഓടാമായിരുന്നു. ഒന്നും പ്രിയമുള്ളവരെ, ആ അപമാനം എല്ലാം സഹിച്ച്, എല്ലാ അപമാനവും സഹിച്ച് പ്രിയമുള്ളവരെ ക്രൂശ് മരണത്തിന് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം കർത്താവിന് അറിയാമായിരുന്നു ഒരു സന്തോഷം തനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. തൻ്റെ പിതാവ് ഒരു വലിയ സന്തോഷം, ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ കഷ്ടതകൾക്കൊടുവിൽ ഒരു വലിയ സന്തോഷം എൻ്റെ പിതാവ് ഒരുക്കുന്നുണ്ട്. ഈ ഒരു കോൺഫിഡൻ്റ്, ഒരു സ്ഥിരത, ഒരു വിശ്വാസം യേശുവിൽ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. അത് എന്താണെന്നറിയാമോ? അതേ പ്രിയമുള്ളവർ, ലോക ചരിത്രത്തെ രണ്ടായി തിരുത്തി കുറിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് പ്രിയമുള്ളവരെ, ഒരു വലിയ ഉയിർപ്പ്, റിസറക്ഷൻ പ്രിയമുള്ളവരെ, അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ ഒരു വലിയ സന്തോഷം പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച, ലോക ചരിത്രത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഭവമാണ് ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് പ്രിയമുള്ളവരെ. ആമേൻ. ചിന്തിക്കുക പ്രിയമുള്ളവരെ, പിതാവ് എത്ര നല്ലവൻ. ദൈവം തൻ്റെ മക്കൾക്ക് എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ലേഖകൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ നോക്കുക, യേശുവിൻ്റെ ജീവിതത്തെ നോക്കുക. യേശുവിൻ്റെ ജീവിതം ഒടുവിൽ അതുപോലെ ഒരു വലിയ
കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ ഒടുവിൽ ഒരു വലിയ സന്തോഷം അനുഭവിപ്പാൻ സാധിച്ചു. ഒരു വലിയ സന്തോഷം തൻ്റെ മകന് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നന്മ ഒരുക്കാതെ ഇരിക്കുമോ പ്രിയമുള്ളവരെ? ഇത് വ്യക്തമാക്കുന്നതിനായിട്ടാണ് അങ്ങനെ ജീവിച്ച വിശ്വാസ വീരന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം പറഞ്ഞതിന് ശേഷം എബ്രായ ലേഖകൻ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ നീണ്ട പട്ടിക, വിശ്വാസ വീരന്മാരുടെ പട്ടിക. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ഒരു നീണ്ട പട്ടിക പറയുകയാണ്. വിശ്വാസത്താൽ ദൈവത്തെ പിൻപറ്റി അത്ഭുതങ്ങളെ സാധ്യമാക്കിയ, ജീവിതം ധന്യമായി തീർന്ന വിശ്വാസ വീരന്മാരുടെ പട്ടിക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവാകണം നമ്മുടെ ലക്ഷ്യം. യേശു ക്രിസ്തുവാകണം നമ്മുടെ ലക്ഷ്യം. തളർന്നു പോകരുതേ. ജീവിതത്തിൽ ഒരിക്കലും പ്രിയമുള്ളവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കണ്ട്, വൈഷമ്യ മേടുകളെ കണ്ട്, പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ മടുത്തു പോകരുതേ, തളർന്നു പോകരുതേ. ദൈവത്തിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. കാരണം യേശു ക്രൂശിനെ സഹിച്ചവൻ, ലജ്ജാഭാരം ഏറ്റുവാങ്ങിയവൻ. യേശു എല്ലാം ഏറ്റുവാങ്ങി. കാരണം യേശുവിനറിയാം ഒടുവിൽ ഒരു ജയമുണ്ട്, ഒടുവിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം തനിക്ക് ലഭിക്കുകയാണ്. ഇന്ന് എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവർ, നാം പിന്മാറാതെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ, തളർന്നു പോകാതെ ഓടിയാൽ, നിശ്ചയമായിട്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ കർത്താവിനെ ചേർത്ത് പിടിച്ച്, ആ കർത്താവിനെ ആരാധിച്ച്, ആ കർത്താവിൻ്റെ പാദത്തെ ചുംബിച്ച് പ്രിയമുള്ളവരെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് വചനത്തിൽ നിലനിൽക്കുക. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് സർവ്വവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകി നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: വേദനയ്ക്ക് പുറകിൽ എന്താണ് നമ്മെ തേടി വരുന്നത്? There will be a pain. ഞാൻ പറഞ്ഞു, ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊന്ന് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് എന്താകുന്നു? വേദനയ്ക്ക് പുറകിൽ എന്താണ് നമ്മെ തേടി വരുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായാൽ നിശ്ചയമായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെ ആസ്പദമാക്കി ഇന്ന് കേട്ട വചനത്തിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു ഭാഗം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനോട് പറഞ്ഞ് താങ്ക് ലോർഡ്, താങ്ക് യു ജീസസ്, അങ്ങനോട് ഇടപെട്ടതിനാൽ സ്തോത്രം, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയപ്പ എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞ്. കർത്താവ് ആരിലും ഉന്നതനായ ദൈവം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മെ കാണുന്നു, കർത്താവ് നമ്മെ അറിയുന്നു. യേശു നമ്മെ അറിയുന്നത് പോലെ, യേശു നമ്മെ കാണുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും നമ്മെ കാണുന്നില്ല, അറിയുന്നില്ല. ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നാഥ, ഈ വേളയ്ക്കായി നദിയോട് സ്തോത്രം ചെയ്യുന്നു. തളർന്നു പോകരുതേ പ്രിയ കുഞ്ഞെ എന്ന ചിന്ത ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വേദനയുടെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഒരു സന്തോഷം ഞങ്ങളെ പിൻപറ്റുന്നുണ്ട്. ഞങ്ങളുടെ കയ്പിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ അതിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഞങ്ങളെ തേടി വരുന്നുണ്ട്. നന്ദി പിതാവേ. സഹനത്തോടെ ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നിഴലായി കൂടിരിക്കട്ടെ. വചനം കേട്ട, ശ്രവിച്ച എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരണമേ. ബലം പ്രാപിച്ചവർക്കായി സ്തോത്രമപ്പ. കർത്താവേ, അവിടുത്തെ ആത്മബലം നൽകി ധൈര്യത്തോടെ ധൈര്യം സംഭരിച്ചുകൊണ്ട് കർത്താവ് തങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അനിത്യമായ സന്തോഷം കൈവരിപ്പാൻ എല്ലാ നിലകളും ഒരുക്കി സഹായിക്കണമേ. ഈ മതിയേശു യൂട്യൂബ് ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും യുവ സഹോദരികളെ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയപ്പ. നിങ്ങളുടെ എല്ലാ ജീവിതചര്യകളെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് കൂടെ ഇരുന്നല്ലോ. ഈ വരുന്ന ആഴ്ചയിലും ദൈവമേ, അവിടുത്തെ കൃപ അനുഭവിപ്പാൻ, അവിടുത്തെ സ്നേഹം അനുഭവിപ്പാൻ, അവിടുത്തെ മാധുര്യം അനുഭവിപ്പാൻ എല്ലാ നിലകളും സ്വർഗത്തിലെ പിതാവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ പിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹ, സമാധാന, സന്തോഷം നിങ്ങളെ വരുമോ ഇന്നും എന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ വേദനകളുടെയും പുറകിൽ ഒരു സന്തോഷം നമ്മെ തേടി വരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കാം. സഹനത്തോടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. തളർന്നു പോകാതെ ഓടാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. God bless you all. Thank you very much.